JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള 7 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ വാരഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് മേടം മുതൽ മീനം വരെയുള്ള, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൻ്റെയും 12 രാശിയുടെയും ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഭക്തിയുടെ ഒരു മാസമാണ് മണ്ഡലകാലവും അത് ആത്മീയതയുടെയും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസത്തിൻ്റെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും മോക്ഷത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഒക്കെ ഒരു ആരംഭ ദിവസമാണ് ഈ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യമായ ഈ ഒരാഴ്ചത്തെ ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. മേടൻ രാശിക്കാർ സാഹസികതയും എടുത്തുചാട്ടവും സൂക്ഷിക്കേണ്ട ഒരു വാരമാണ്. ആരോഗ്യ സംബന്ധമായി അത്ര നല്ല ആഴ്ചയല്ല. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ ജോലി ചെയ്യുന്നവർക്കും അത്ര നല്ല സമയമല്ല. മാനസിക പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. അനാവശ്യമായ ചിലവിനും സാധ്യതയുണ്ട്. നേത്രരോഗം, ഉദരരോഗം എന്നിവയ്ക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. യാത്രകൾ ചെയ്യുമ്പോൾ കഴിവതും ശ്രദ്ധിച്ചു പോകണം. വീട്ടിലുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില ഭിന്നതയോ ഒക്കെ വരാം. മാതാവിന് ചില പ്രയാസങ്ങൾ വരാം, കാരണം മാതൃഭാവവും അത്ര നല്ലതല്ല. സന്താനങ്ങൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക നില കുഴപ്പമില്ലാതെയൊക്കെ തുടരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ടാകും. സ്ത്രീ പ്രധാനമായ കർമ്മങ്ങളായ പെണ്ണുകാണൽ ചടങ്ങ്, വിവാഹമുറപ്പിക്കൽ, നിശ്ചയം, അതുപോലെ ഗർഭിണിയെ പ്രസവത്തിന് വിളിക്കുക, നാമകരണം, ചോറൂണ്, അതുപോലെയൊക്കെയുള്ള മറ്റ് ദൈവീക കാര്യങ്ങളും ശുഭകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. അതുപോലെ അകന്നു കഴിഞ്ഞിരുന്നവർ ഇച്ചിരി അടുപ്പമൊക്കെ കാണിച്ച് നമ്മളെ തേടി വരും. അതുപോലെ സാമ്പത്തിക രംഗം മോശമല്ലെങ്കിലും ചിലവ് അധികരിക്കും. അലച്ചിലും ചില അവസരങ്ങളിൽ മനസ്സിന് പ്രയാസവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ചൊവ്വ നീചനായി 4-ൽ നിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷപരിഹാരത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. ഇനി നമുക്ക് ഇടവൻ രാശിയിലേക്ക് പോകുമ്പോൾ, ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളുമാണ്. തൊഴിൽപരമായി ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാലും നല്ല ധൈര്യവും ആവേശവും പഴയതുപോലെ കാണത്തില്ല. സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയവും അല്ല. മനസ്സിന് വിഷമം വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. പങ്കാളിയുമായി ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചില കലഹവും അത്തരത്തിലുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബുദ്ധിമോശം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഇടവൻ രാശിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവൻ രാശിക്ക് വ്യാഴം ജന്മരാശിയിലാണ്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിലാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം സഞ്ചരിക്കുന്നത്. 11-ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും വ്യാഴത്തിന് ഉണ്ട്. അപ്പോൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകാനുമൊക്കെയുള്ള സാഹചര്യം വരും. പിതൃസ്ഥാനീയരും ഗുരുസ്ഥാനീയരുമായിട്ടുള്ള ആൾക്കാരുടെ സഹായം ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി എന്നിവയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ്. വീട് പണി പൂർത്തീകരിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും ഗൃഹപ്രവേശം, ഗൃഹാരംഭം മുതലായ വീടിനെ സംബന്ധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യാനും അനുകൂലമായ സമയമാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങുക, വീട് കൂടുതൽ മോടി പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യത ഉണ്ട്. അതിനവസരവും വരും. സ്ത്രീകൾ മൂലം സന്തോഷവും അതുപോലെ വസ്ത്രാഭരണങ്ങൾ ലഭിക്കാൻ സാഹചര്യം വരും. ഭൂമി സംബന്ധമായ കാര്യത്തിൽ അത്ര മെച്ചമല്ല, കാരണം ചൊവ്വ നീചരാശിയിലാണ്. അതുകൊണ്ട് ഭാഗ്യാധിപനായ ശനി കർമ്മഭാവത്തിൽ 11-ൽ അംശകം ചെയ്തു വരുന്നത് തൊഴിൽ മേന്മയും അതുപോലെ തന്നെ സാമ്പത്തികമായ ലാഭവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർത്തത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് മിഥുനൻ രാശിക്കൂറ്. മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ ഇഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറയും. സാമ്പത്തിക നില കുറച്ചൊക്കെ മെച്ചപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി അത്ര മോശമല്ലാത്ത ഒരു സമയമാണ്. രോഗം മൂലം പ്രയാസം അനുഭവിച്ചവർക്ക് അത് കുറയാനും അല്പം ആശ്വാസം കിട്ടാനും ആരോഗ്യ സംബന്ധമായി അല്പം മെച്ചപ്പെടാനുമൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും. സഹോദര സ്ഥാനീയരായിട്ടുള്ളവർക്ക് നല്ല സമയമല്ല, കാരണം ചൊവ്വ സഹോദരകാരകൻ കൂടിയാണ്. ഭൂമി സംബന്ധമായ കാര്യത്തിലും പ്രയാസം ഉണ്ടാകും. ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരൊക്കെ ശത്രുത മാറി
അത് നമ്മളോട് അടുപ്പം കാണിക്കും. എന്നാൽ ചില മനപ്രയാസങ്ങളും വിഷമതകളും ഉണ്ടാകാനുള്ള സാധ്യതയും വരാം. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ നല്ല ബന്ധവും സഹായവും ലഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. വിദ്യാഭ്യാസ സംബന്ധമായി അത്ര മെച്ചമല്ല. വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ, കാരണം മിഥുനൻ രാശിക്കാർക്ക് 12-ലാണല്ലോ വ്യാഴം സഞ്ചരിക്കും, അതുകൊണ്ട് ദൈവാധീന കുറവുണ്ടാവും. സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്. അധിക ചിലവിനെയും നഷ്ടത്തെയും സൂചിപ്പിക്കുന്ന ആഴ്ച കൂടിയാണ്. കഷ്ടപ്പാടും പ്രയാസങ്ങളും ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സ്ത്രീകൾ മൂലം കലഹവും ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യത്തിൽ പ്രയാസം നേരിടും. അപവാദം കേൾക്കും. സുഖ സൗകര്യങ്ങൾക്ക് അല്പം കുറവൊക്കെ ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും മാതാവിന് സുഖം ലഭിക്കില്ല. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുള്ളവരോ രോഗിയോ ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായി ടെൻഷനും അലച്ചിലും പ്രയാസങ്ങളുമൊക്കെ മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകും. ഇനി കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോൾ പുണർതം 4-ാം പാദം, പൂയം, ആയില്യം, ഇതാണ് കർക്കിടകൻ രാശി. മാനസികമായ അസ്വസ്ഥതയും മനപ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. വാശി, വൈരാഗ്യം, മനസാക്ഷിയില്ലാത്ത സംസാരം, തീരുമാനങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രയാസം നേരിടുകയും ആരോഗ്യ സംബന്ധമായ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. ഭൂമി സംബന്ധമായ കാര്യത്തിലും സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലും വിഷമതകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ അല്പം മേന്മയൊക്കെ വരും. തൊഴിൽപരമായി അത്ര മെച്ചമുണ്ടാകുന്ന ആഴ്ച അല്ല. കർമാധിപൻ നീചനായി ലഗ്നത്തിൽ നിൽക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കാതെ അപാകതകൾ ഉണ്ടാവുകയും പല തടസ്സങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. ശ്വാസം മുട്ടൽ, കഫ സംബന്ധമായ പ്രശ്നങ്ങൾ, നെഞ്ചുവേദന, ചുമ മുതലായവയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് 11-ാം ഭാവത്തിൽ, അത് ആശ്വാസമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്കുണ്ടാക്കാനും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും ഒക്കെ സാധിക്കും. കുറച്ചൊക്കെ പരിഹരിക്കാനും ആൾക്കാരും ബന്ധുക്കളുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനും കാണും. സ്ത്രീകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശത്രുതാപരമായ പെരുമാറ്റവും വിരോധവും മൂലമുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ചിലവ് വർദ്ധിക്കും. ചില ആരോപണങ്ങൾ പ്രയാസമൊക്കെ ഉണ്ടാക്കും. പൂയം നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങൾ, കുളം, കിണർ, അതുപോലെ കിച്ചൺ, ബാത്റൂം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വീഴ്ചയോ അപകടമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാർ. അഷ്ടമത്തിലെ ശനിക്ക് ചൊവ്വയുടെ ദൃഷ്ടി കൂടി വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് കർക്കിടകൻ രാശിക്കാർ ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്. ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ മകം, പൂരം, ഉത്തരം 1-ാം പാദം, ഇതാണല്ലോ ചിങ്ങൻ രാശി. വീട്, വാഹനം, മാതാവ്, ഭൂമി, സഹോദരങ്ങൾ എന്നിവയ്ക്കൊന്നും നല്ല സമയമല്ല. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് തടസ്സം വരാം. വാഹന സംബന്ധമായി, ഭൂമി സംബന്ധമായുള്ള കാര്യങ്ങളിലൊക്കെ നഷ്ടം വരാം. സഹോദരങ്ങളുമായി അടുപ്പം കുറയാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ, സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വരാം. ഉദരരോഗം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, കുരുക്കൾ, വ്രണം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള, അതായത് ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നല്ല കാര്യമല്ല ഈ ആഴ്ച എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. എന്നാലും ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സന്താന ലാഭം, മനസ്സിന് സുഖം തോന്നുന്ന, സന്തോഷം വരുന്ന ചില അവസരങ്ങൾ, വസ്ത്രലാഭം, ചില അംഗീകാരങ്ങൾ, തൊഴിൽപരമായ കാര്യത്തിൽ ഉയർച്ചയോ ധനലാഭമോ, അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാരോ മറ്റുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരിഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നേരത്തെ കിട്ടാനിരുന്ന കുടിശ്ശിക ലഭിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല കാര്യമാണ്. കർമ്മരംഗം ചില തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെ, ബിസിനസ് ചെയ്യുന്നവരെ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത്ര മെച്ചപ്പെട്ട ഒരു ആഴ്ചയല്ല. സാമ്പത്തികമായ അധിക ചെലവിനെയും ദൂരദേശ യാത്രയെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അലച്ചിൽ, കാര്യങ്ങൾക്ക് പൊതുവെ ഒരു താമസം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും, സുഖസൗകര്യങ്ങളൊക്കെ പഴയതുപോലെ ഉണ്ടാകുമെങ്കിലും പല മനപ്രയാസങ്ങളും അലച്ചിലും പ്രയാസവും ദൂരദേശ യാത്രയും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയിലുണ്ട്.
കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദം, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങളാണല്ലോ കന്നിക്കൂറ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല സമയമാണ്, അത്ര മോശമല്ലാത്ത ഒരാഴ്ചയാണ്. നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നം, അതുപോലെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസവും ആത്മധൈര്യവും സാമ്പത്തികമായ ഉയർച്ചയും, ശത്രുതാപരമായി കഴിഞ്ഞിരുന്നവർ തമ്മിൽ ആ ശത്രുതയൊക്കെ മാറി അല്പം മിത്രഭാവത്തിൽ ലോഹ്യമാകുന്ന ഒരു സാഹചര്യവും, ഭൂമി സംബന്ധമായ ലാഭവും, സഹോദര സഹായവും, സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും, ചുറ്റുപാടുമുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത്ര നല്ല ആഴ്ചയല്ല. ബിസിനസ്സുകാർക്കും നല്ല സമയമല്ല. ഇത്രയേ ഉള്ളൂ. കൂടെ നിൽക്കുന്നവരുടെ പെരുമാറ്റവും ഉദ്ദേശവും നല്ലതായിരിക്കണമെന്നില്ല. അതാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചും പാർട്ട്ണർഷിപ്പ് ബിസിനസ് സംബന്ധിച്ചും ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനാൽ ആലോചിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണം. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഗുണം ചെയ്യും. സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. സ്ഥാനമാനം, വസ്ത്രലാഭം, സ്വർണ്ണലാഭം, പാരിതോഷികങ്ങൾ തുടങ്ങിയവയൊക്കെ ലഭിക്കുകയും ചെയ്യും. സ്ത്രീകൾ മൂലം ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അവരിൽ നിന്നുള്ള സഹായവും ലഭിക്കും. സർക്കാർ ജോലിക്കാർക്കും സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നവർക്കും കരാർ ജോലിക്കാർക്കുമൊക്കെ നല്ല സമയമാണ്. സർക്കാർ ജോലിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടിയവർ, ലിസ്റ്റിൽ മുൻഗണനയുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യ സംബന്ധമായി വിഷമതയുള്ളവർക്കും അല്പം ആശ്വാസവും ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു ആഴ്ചയുമൊക്കെ ആയിരിക്കും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. തുലാം രാശിയിലേക്ക് പോകുമ്പോൾ, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, ഇതാണല്ലോ തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ധനച്ചിലവ് കൂടും. സാമ്പത്തികമായിട്ട് അത്ര വലിയ ഗുണമൊന്നും ഈ ആഴ്ച അവർക്ക് ലഭിക്കില്ല. ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും വിഷമതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായി അത്ര മെച്ചവുമല്ല. 2ാം ഭാവാധിപൻ 7ാം ഭാവാധിപത്യം വഹിച്ച് നീചരാശിയിൽ 10ലാണ് നിൽക്കുന്നത്. 7ാം ഭാവാധിപത്യം വഹിച്ച് 10ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കർമ്മതടസ്സം, കർമ്മദോഷം, കാര്യം സാധിക്കാൻ ഏത് നീചമാർഗവും സ്വീകരിക്കാനൊക്കെ മനസ്സ് തോന്നും. മാനസികമായ പ്രയാസങ്ങൾ, അമർഷം, കാര്യതടസ്സം, വിഷമത, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ കുടുംബ ഓഹരി നഷ്ടപ്പെടാനോ അഥവാ വിചാരിച്ചത് ലഭിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയും വരും. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ഭൂമി വാങ്ങാനോ വിൽക്കാനോ, അല്ലെങ്കിൽ ലോൺ ബാധ്യതയോ, ഭൂമി പണയമോ, അല്ലെങ്കിൽ ഭൂപണയ ബാങ്കിലെ പണയമോ, ഏതായാലും അതെല്ലാം ഭൂമി സംബന്ധമായും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പം പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായം കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളും പല സഹായവും ചെയ്യാനൊക്കെ തയ്യാറാവുകയും ചെയ്യും. അവരുടെ സഹായം മൂലം ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനും സാധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് അത്ര നല്ല സമയമല്ല. വിവാഹ വിഷയത്തിൽ എതിർപ്പുകൾ വരാം, തടസ്സങ്ങൾ വരാം. അതുപോലെ വിവാഹം ഉടനെ നടക്കും എന്ന് വിചാരിച്ചത് മാറ്റിവെക്കാനുള്ള സാഹചര്യം വരാം. ഇങ്ങനെയൊക്കെയുള്ള അത്ര നല്ലതല്ലാത്ത ചില പെട്ടെന്നുള്ള ചില മാറ്റങ്ങളും, പങ്കാളികൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില എതിർപ്പുകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് സുഖത്തിന് കുറവുണ്ടാവുകയൊന്നുമില്ല എങ്കിലും, സ്ത്രീകളെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും കുടുംബത്തിലെയും മറ്റുള്ളവരെയും പൊതുവെ നോക്കുമ്പോൾ ഈ ആഴ്ച അത്ര നല്ലതല്ല. സ്ത്രീകൾക്ക് വസ്ത്രലാഭവും ഭക്ഷണസുഖവും ശയനസുഖവും ഇതെല്ലാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും, ആഡംബരത്തിനും സുഖത്തിനും ഒന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ദാമ്പത്യ ജീവിതത്തിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ ചില മനപ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമായിരിക്കാം. അതുപോലെ യാത്രകളൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഇത് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോവുക എന്നുള്ള. കാരണം ചൊവ്വ നീചരാശി ആയതുകൊണ്ട് തന്നെ തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ആ ഒരു യോജിപ്പില്ലായ്മയൊക്കെ സ്വാഭാവികമായിട്ടും വരാം. ഇനി വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ 4ാം പാദം, അനിഴം, കേട്ട, ഇതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാർക്ക് ജന്മാധിപനാണ് ചൊവ്വ. കാരണം ജന്മരാശിയുടെ അധിപനാണ്. അത് നീചത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്
അത്ര നല്ലതല്ലെങ്കിലും നീചഭംഗം ചെയ്ത് രാജയോഗമായിട്ടാണ് കാണുന്നത്. കാരണം നീചരാശിയുടെ അധിപൻ, നീചരാശി കർക്കിടകൻ രാശിയാണല്ലോ. കർക്കിടകൻ രാശിയുടെ ഉച്ചരാശി എന്ന് പറയുമ്പം അത് വ്യാഴമാണ്. കർക്കിടകൻ രാശി ഉച്ചരാശിയായിട്ട് വരുന്നത് അത് 7ാം ഭാവത്തിൽ വരുന്നതുകൊണ്ടാണ് ഈ നീചഭംഗം ഉണ്ട് എന്ന് പറഞ്ഞത്. ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് പറഞ്ഞത്. ജന്മരാശിയുടെ അധിപൻ നീചനാവുമ്പോൾ ശാരീരികമായും ആരോഗ്യ സംബന്ധമായും ഒക്കെ ചില വിഷയങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്നുണ്ടാകാം. എന്നാൽ അതൊക്കെ ഒന്ന് മാറുകയും ആരോഗ്യം വീണ്ടും കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ക്രമേണ ഉണ്ടാകും. ശത്രുതാ മനോഭാവത്തോടു കൂടി കഴിഞ്ഞിരുന്നവരൊക്കെ അതൊക്കെ മാറി നമ്മളോടൊക്കെ അടുത്ത് വരികയും ചെയ്യും. ഭൂമി സംബന്ധമായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടവർ കാണും. കാരണം ഭൂമി വാങ്ങാൻ, അതുപോലെ തന്നെ ഭൂമി വിൽക്കാൻ, ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, ഇതൊക്കെ നിലനിന്നവരെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാകും. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത വരും. ബന്ധുക്കൾ ശത്രുക്കളാവുന്ന സാഹചര്യവും വരാം. 7ാം ഭാവത്തിലെ വ്യാഴം കാര്യങ്ങളെല്ലാം സങ്കീർണമാകാതെ കുറേയൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യം വരും. കാരണം ചെറിയ പ്രശ്നം, ഏത് പ്രശ്നമായാലും അത് വഷളാകാതെ നമ്മളെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം 7ലെ വ്യാഴം നമ്മളെ സഹായിക്കും. കുടുംബത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ നിയന്ത്രിച്ച് ശരിയാക്കാനൊക്കെ ശ്രമിക്കും. കന്നുകാലി വളർത്തൽ, കൃഷി, ആഡംബര വസ്തുക്കൾ, വസ്ത്രം, പ്രസൻറ്റേഷൻ സാധനങ്ങൾ, ഓൺലൈൻ ബിസിനസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു സമയമാണ്. കാരണം ഇടവൻ രാശി എന്ന് പറയുന്നത് വയലിനെയും കൃഷിഭൂമിയെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇടവത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു. അതുപോലെ പഴയ വീട്, വാഹനങ്ങൾ എന്നിവയെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ വരാം. അതായത് പൂർവിക സ്വത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ വാഹനം, പഴയ വീട് എന്നിവയ്ക്ക് ചില അപകട സാധ്യതകളും ഉണ്ട്. അത് നഷ്ടപ്പെടാനോ നശിക്കാനോ ഒക്കെയുള്ള സാധ്യത. പിന്നെ സുഖസൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല. എന്നാൽ ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. മാതാവിന് നല്ല സമയമല്ല. തൊഴിൽപരമായിട്ടൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരാഴ്ചയാണ് വൃശ്ചികൻ രാശിക്കാർക്ക്. ഇനി ധനുരാശിയിലേക്ക് പോകുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1ാം പാദം, ഇതാണ് ധനുരാശിക്കൂറുകാർ. ധനുരാശിക്കാർക്ക് സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല. നല്ല ഭക്ഷണം, വസ്ത്രം, അതുപോലെ ഭാര്യാസുഖം, ശയനസുഖം, വിശേഷ വസ്ത്രാഭരണം, ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ മാനസികമായിട്ട് ഒരു സുഖം ഉണ്ടാകത്തില്ല. പല പ്രയാസങ്ങളും ഇവർ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. സഹോദര ദുരിതം ഉണ്ടാകും എന്നാണ്. സഹോദരങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായ വിഷയങ്ങളിലും സന്താനങ്ങളുടെ കാര്യത്തിലും മനസ്സിൽ സ്വസ്ഥത കുറയുന്ന, സമാധാനമില്ലാത്ത ഒരു സാഹചര്യം വരും. ഭൂമി സംബന്ധമായ കാര്യത്തിലും ലോൺ തിരിച്ചടവിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കും. സഹോദരങ്ങളുടെ കാര്യത്തിലെ വിഷമത പോലെ തന്നെ സാമ്പത്തികമായ, ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും നമുക്ക് പ്രയാസം ഉണ്ടാകും. കർക്കിടകത്തിലെ ചൊവ്വ മനസ്സിൽ ടെൻഷനും വെറുപ്പും അതുപോലെ തന്നെ അസൂയയുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരും. ദൈവാധീനം കുറവുള്ളതിനാൽ ഈശ്വര വിചാരവും ശ്രദ്ധയും വേണം. അഷ്ടമത്തിലെ ചൊവ്വ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. വീട്ടിലുള്ളവരുമായും ബന്ധുക്കളുമായും മാനസിക വിരോധത്തിനും അടുപ്പക്കുറവിനും കാരണമാകാം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേണമെങ്കിൽ അല്പം അകന്ന് നിൽക്കാനുള്ള സാഹചര്യവും വരാം. മാതാവിന് ആരോഗ്യ സംബന്ധമായും മാനസികമായും ഒന്നും അത്ര നല്ല ഒരു ആഴ്ചയല്ല. മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ, മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ തിരുവോണം ചേരുന്നതാണ് മകരൻ രാശി. സർക്കാരിൽ നിന്നുള്ള സഹായമൊക്കെ ലഭിക്കാൻ ഈ ആഴ്ചയിൽ അവർക്ക് അനുഭവയോഗം വരും. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാം. തൊഴിൽപരമായി ചിന്തിക്കുന്നവർക്കൊക്കെ ഗുണമുണ്ടാകാം. ഇൻ്റർവ്യൂ, ടെസ്റ്റ് എന്നിവയിലൊക്കെ നല്ല പുരോഗതി ഇവർക്കുണ്ടാകും. 7ലെ ചൊവ്വ ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളെയും തടസ്സപ്പെടുത്താനുള്ള സാഹചര്യവും വരാം. അതായത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നത് പോലെ 7ലെ ചൊവ്വ പെട്ടെന്ന് ചില മാറ്റങ്ങളും അതുപോലെ തന്നെ ചില കലഹങ്ങളും അതുപോലെ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന തരത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാനുള്ളതൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലും വരാം. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പല തടസ്സങ്ങളെയും നേരിടേണ്ടി വരും. വിവാഹ സംബന്ധമായി തടസ്സം വരാം, അഭിപ്രായ വ്യത്യാസം വരാം. ഏത് കാര്യത്തിലും എതിർപ്പും ഭിന്നതയും മൂലം തടസ്സമുണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും കലഹിച്ച് അല്പം അകന്നു നിൽക്കാനുള്ള സാധ്യതയൊക്കെ വരും.
വീട് പണി നടത്തുന്നവർക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവർക്കും നല്ല സമയമല്ല. യാത്രാ സംബന്ധമായി ദുരിതം ഉണ്ടാകാം. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകും. സന്താനലാഭം, വിദ്യാഗുണം, തൊഴിൽ സാധ്യത, ദൈവാധീനം എന്നിവയൊക്കെ ആ കാര്യങ്ങളിൽ നല്ലതാണ്. ജീവിത സുഖ സൗകര്യങ്ങൾക്കൊന്നും കുറവൊന്നും ഉണ്ടാകില്ല. എന്നാലും സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അധിക ചിലവ്, കുടുംബപരമായി നിലനിൽക്കുന്ന ചില പ്രയാസങ്ങൾ, സംസാര രീതി മൂലം പലരും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മകരം രാശിക്കാർ വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും ഈ ആഴ്ചയിൽ കാര്യങ്ങൾ ചെയ്യണം. കുംഭൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്നതാണ് കുംഭൻ രാശി. ആരോഗ്യ സംബന്ധമായി അത്ര നല്ല ചുമ, പനി, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, രക്തദൂഷ്യം, കുരുക്കൾ, വ്രണം എന്നിവ മൂലമൊക്കെ ചിലപ്പോൾ പ്രയാസമുണ്ടാകാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിലവിലുള്ളവരെ സംബന്ധിച്ച് അത് തുടർന്ന് തന്നെ പോകും എന്നുള്ളതാണ് ആ പ്രയാസം. സാമ്പത്തികമായി മെച്ചമുണ്ടാകും. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ചിലവും വരും. സഹോദരങ്ങളുമായി ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം. സംസാരവും വാക്കുകളുമൊക്കെ ഒരുതരം അകൽച്ച ഉണ്ടാകും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കും. വീട്ടിൽ വളരെ സന്തോഷവും സുഖവും ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. സ്ത്രീകളിൽ നിന്നുള്ള സഹായം, സ്ത്രീസുഖം, ശയനസുഖം, ഭക്ഷണസുഖം, വസ്ത്രാഭരണ ലാഭം, വീട്ടുപകരണങ്ങൾ, ആഡംബര വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ മുതലായതൊക്കെ ലഭിക്കും. പുതിയ വീട് പണിത് ഗൃഹപ്രവേശം നടത്താനുള്ള സാധ്യത വരും. അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിച്ച് ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ വാഹനം വാങ്ങാനുള്ള അവസരം പലർക്കും ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ജോലി ആഗ്രഹിക്കുന്നവർക്കും കരാർ സംബന്ധമായിട്ടൊക്കെ ചില ഗുണങ്ങളും അത്തരത്തിലുള്ള ലാഭവുമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കായാലും തൊഴിൽപരമായ ഉന്നതിയും ഉയർച്ചയുമൊക്കെ ഉണ്ടാകും. വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് തൊഴിൽപരമായി അത്തരം കാര്യങ്ങൾ ആലോചിക്കാനും അതിന് ശ്രമിക്കുന്നവർക്ക് അതിനതൊക്കെ ഗുണമുണ്ടാകാനുമൊക്കെ ഉള്ള ഈ വാരം. ഇനി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരിട്ടാതിയുടെ 4 പാദം, ഉത്തിരട്ടാതി, രേവതി, ഇതാണ് മീനൻ രാശി. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർ വളരെയേറെ ശ്രദ്ധിക്കണം. ഭാഗ്യാവസ്ഥയ്ക്കും ഗുരുജനങ്ങൾക്കും നല്ല സമയമല്ല. സഹോദരങ്ങളുമായി അത്ര നല്ല ബന്ധമൊന്നും ആയിരിക്കില്ല. സാമ്പത്തികമായും കുടുംബപരമായും പല വിഷമതകളും ഇവർ നേരിടേണ്ടി വരും. 2, 9 ഭാവങ്ങളുടെ അധിപനായ ചൊവ്വ 5-ാം ഭാവത്തിൽ നീചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ നീചഭംഗം എന്നൊരവസ്ഥ മീനൻ രാശിക്കാർക്ക് കാണുന്നില്ല. അതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രയാസം ഉണ്ടാകാം. ഭൂമി സംബന്ധമായ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കാം. ഭാഗ്യദോഷം മൂലം മാനസിക പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ട് വരാം. 5-ാം ഭാവം മനസ്സാണ്. 5-ൽ നീചനായ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ ശത്രുത, വൈരാഗ്യം, വിഷമം, നിരാശ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏത് നീചമാർഗവും കാര്യങ്ങൾ നടത്താനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും. സാമ്പത്തികമായും കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ മൂലം മുൻപിൻ നോക്കാതെയുള്ള സംസാര രീതി, ഇതെല്ലാം മറ്റുള്ളവരെ ശത്രുക്കളാക്കും. അലർജി, പ്രഷർ, വെരിക്കോസ് മുതലായവയൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ലഹരി ഉപയോഗിക്കുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം, അതായത് അതൊന്ന് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ തന്നെ കുറേ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ കുറയും. സ്ത്രീകളുമായും ബന്ധുക്കളുമായും ഒക്കെ കലഹം ഉണ്ടാകാം. അതുപോലെ അലച്ചിലും കഷ്ടപ്പാടും സഹിക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നഷ്ടത്തിൽ ആവുന്ന ഒരു സാഹചര്യവും വരും. ഈശ്വരാധീനം കുറയുന്ന സമയവും 7-2 ശനിയുടെ കാലവുമൊക്കെ ആണെന്ന് ഓർത്ത് മനസ്സിൽ അതൊക്കെ വിചാരിച്ച് അതനുസരിച്ച് വീണ്ടും വിചാരത്തോടെ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സാധിക്കും. കാരണം ഈ 12 രാശികളിൽ ഏറ്റവും മോശപ്പെട്ട കാലം ഉള്ള ഒരു സമയം നിലനിൽക്കുന്ന ഒരു രാശി മീനൻ രാശിയാണ്. അതുകൊണ്ടാണ് മീനൻ രാശിക്കാരെ വളരെയേറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളോട് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഈ ഒരാഴ്ച കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമായ ഈ മാസം എല്ലാവിധമായ
ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശനിദോഷം അനുഭവിക്കുന്നവർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം മൂലം അത് കുറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.